പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഇവിടെ എനിക്ക് സുഖമാണ്. മഴയുണ്ടോ ഇന്നവിടെ? ഇവിടെ 2 ദിവസമായിട്ട് മഴ പെയ്യുന്നില്ല. ചെറുതായിട്ടൊന്ന് ചാറിപ്പോവുകയാണ്, അല്ലാതെ കൂടുതലായിട്ടൊന്നും മഴ പെയ്യുന്നില്ല. ഇന്ന് എന്താണ് വന്നതെന്ന് പറയാം. ഞാൻ ബാത്റൂം കഴുകാനായിട്ട് ഒരു ലോഷൻ തയ്യാറാക്കുകയാണ്. ബാത്റൂമും ഫ്ലോറും എല്ലാം കഴുകാം. അതിന് ഞാൻ പുറത്തുനിന്ന് സാധാരണ ഒരു ലോഷൻ വാങ്ങിച്ച് കൂട്ടുക പതിവുണ്ട്. അതിനായിട്ട് ഞാൻ ലോഷൻ വാങ്ങിച്ചതാണ്. ഈ ഒരു കുപ്പി ലോഷനാണ് വാങ്ങിച്ചത്. അവർ പറയുന്നത് ഇത് ഫിനോയിലാണെന്നാണ് പറയുന്നത്. 170 രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചത്. സാധാരണ ഞാൻ എന്നും വാങ്ങിച്ച് ഇതുപോലെ കൂട്ടുകയാണ്. ഇതിലും വില കുറച്ച് എൻ്റെ ഒറിജിനൽ കടയിൽ ചെന്നാൽ കിട്ടും. ആ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കൊച്ചു കടക്കാർ കൊണ്ട് വയ്ക്കുന്നതാണ്. ഞാൻ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇത് 10 ലിറ്റർ വെള്ളത്തിൽ കൂട്ടാമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ 10 ലിറ്റർ വെള്ളത്തിൽ കൂട്ടുന്നില്ല. ഒരു 8 ലിറ്റർ വെള്ളത്തിൽ കൂട്ടാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്താൽ മതിയാകും. ഞാൻ പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയും 1 ലിറ്റർ കൊള്ളുന്ന ഒരു കുപ്പിയിൽ അളന്ന് ഞാൻ വെള്ളം 10 ലിറ്റർ എടുക്കാം. അതായത് ഈ ഒരു കുപ്പിക്ക് 1 കുപ്പി വെള്ളം എന്ന തോതിൽ 8 കുപ്പി വെള്ളം ഞാൻ ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയും 7 കുപ്പി വെള്ളം കൂടെ എടുത്ത് ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ. അങ്ങനെ ലാസ്റ്റിലെ 8ാമത്തെ കുപ്പി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനിയും അടുത്തതായിട്ട് ഇത് ഒന്ന് പൊട്ടിക്കണം. അടപ്പ് ഇത്രയുള്ളായിരുന്നു ഉണ്ടോ? ഇത് നമ്മുടെ ഈ ബക്കറ്റിലെ വെള്ളത്തിലിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനു മുമ്പായിട്ട് ഒരു കമ്പോ വല്ലോ കൊണ്ടുവന്ന് ഒന്ന് ഇളക്കണം. അതിനു വേണ്ടി ഒരു കമ്പെടുക്കാൻ പോകാം. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ കമ്പിനെ പോകണ്ടല്ലോ. ഞാനൊരു കമ്പെടുക്കുന്നത്. ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 ബക്കറ്റിലും സ്വല്പം കൂടെ ഉണ്ട്. ഇതിലേക്ക് ഈ ലോഷൻ ഒഴിച്ചു കൊടുക്കുക. മൊത്തം ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ? വെള്ളത്തിൻ്റെ ഗതി മാറിയത് കണ്ടില്ലേ? നമുക്ക് ഈ കമ്പ് വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് ബാത്റൂം കഴുകാനും ഫ്ലോറ് ക്ലീൻ ആക്കാനും എല്ലാം സൂപ്പറാണ്. പുറത്തുനിന്ന് നമ്മൾ ഒരു കുപ്പി ലോഷൻ മേടിക്കുകയാണെങ്കിൽ എത്ര രൂപയാകും? എനിക്ക് തോന്നുന്നു കുറഞ്ഞത് ഇത്ര ലോഷൻ മേടിക്കണമെങ്കിൽ 10-60 രൂപയെങ്കിലും കൊടുക്കണമെന്ന്. അപ്പം ലാഭമല്ലേ നമുക്ക്. ഇതിലിനിയും ഒരു 1-2 ലിറ്റർ കൂടെ ചേർക്കാം വെള്ളം. ഞാൻ കൊഴുത്തിരിക്കട്ടെന്നും വെച്ചാണ് ഞാൻ വെള്ളം കുറച്ചത്. ഇനിയും നമ്മുടെ കുപ്പിയൊക്കെ കഴിയുമെന്ന് ഇച്ചിരി കൂടെ ഒന്ന് ഒഴിക്കാം. സ്വല്പം കൂടെ. നമ്മുടെ ഈ കുപ്പിയൂടെ കഴുകി ഒഴിച്ചേക്കാം. കണ്ടോ? കുപ്പി കഴുകി ഒരു കുപ്പിയൂടെ ഞാൻ ഒഴിച്ചു. ഇനിയും നമ്മുടെ ജാറിലോ വല്ലതും ആക്കി അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് ഇതേമാതിരി കുപ്പി എടുത്ത് കുപ്പിക്കകത്താക്കി നമുക്ക് ബാത്റൂമിൽ സൂക്ഷിക്കാം.
ഇതുപോലുള്ള കുപ്പികളൊക്കെ ഇരിക്കുന്നതും ഇതുമെല്ലാം നമ്മുടെ കുട്ടികളിൽ നിന്നും അകത്തി മാറ്റി സൂക്ഷിച്ച് വെക്കുക. അവർ കയ്യെത്തുന്നിടത്തൊന്നും വെക്കരുത്. കുട്ടികൾ ഓർക്കും പാലാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതാണെന്ന് വെച്ച് കുട്ടികൾ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് കയ്യെത്താ ദൂരത്തെ എപ്പോഴും വെക്കാൻ ശ്രദ്ധിക്കുമല്ലോ. പിന്നെ ഞാൻ ഈ ബാത്റൂം ഈ ലോഷൻ ഒഴിച്ച കുപ്പിയാണ്, ഇത് കളയുകയാണ്. നന്നായി ഇത് ഡൈല്യൂട്ടാക്കാൻ ഒന്ന് നന്നായി ഇതുപോലൊരു സ്റ്റിക്ക് കൊണ്ട് ഇളക്കുക. നന്നായി യോജിച്ചിട്ടുണ്ട്. ഇതിപ്പം ഇനിയും വലിയ ജാറിലോ കുപ്പികളിലോ ഒക്കെ ആക്കി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. കുറച്ചേറെ സമയം വേണം ഇതൊന്ന് ഡൈല്യൂട്ട് ആകണേൽ. ഈ സ്റ്റിക്ക് കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു വല്ലാത്തൊരു മണമുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഇതൊന്ന് നിന്ന് കഴിയുന്ന ഉടനെ വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അങ്ങനെ വെള്ളവും ഈ ലോഷനും നന്നായി യോജിപ്പിച്ച് ഇളക്കുക. കുപ്പികളിലൊക്കെ നിറയ്ക്കാം. പിടിച്ചരാനൊന്നും ആരുമില്ല കൂട്ടുകാരെ, എല്ലാം ഞാൻ തന്നെയാണ്. ബക്കറ്റിൽ കൂട്ടിയതും കുപ്പിയിലേക്ക് പകർത്തുന്നതും എല്ലാം ഞാൻ തന്നെയുള്ളൂ. അതുകൊണ്ട് ഒഴിക്കുമ്പോഴൊക്കെ പ്രോബ്ലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും, തുറയിലൊക്കെ പോകും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, ഇത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നമുക്ക് ഈ കുറേ കുപ്പികളെല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ കുപ്പികളിലെല്ലാം ഒഴിച്ച് സൂക്ഷിച്ച് വയ്ക്കാം. ആ കുപ്പികളിൽ ഒഴിക്കാൻ പോകാം. യൂസ് ചെയ്യാത്ത ഒരു മഗ് എടുത്തിട്ടുണ്ട്, ഒരു ചോർപ്പ് എടുത്തിട്ടുണ്ട്. ഇനിയും ഒന്ന് ഇവിടെ ഡൈല്യൂട്ടാക്കിയ ശേഷം കുപ്പികളിലേക്ക് പകർത്തി വയ്ക്കാം. പതുക്കെ പതുക്കെ ഒഴിക്കാം. നമ്മുടെ മുഖത്തൊന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഇത് മേപ്പൊട്ട് പൊങ്ങി നമ്മുടെ മുഖത്ത് തെറിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ സൂക്ഷിച്ച് ഒഴിക്കുക. എന്തുവായാലും കെമിക്കലല്ലേ, അപ്പം നമ്മുടെ മുഖത്തോ ശരീരത്തോ വല്ലതും വീണാൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖമെല്ലാം മാറ്റി പിടിച്ചാണ് ഞാനിത് ഒഴിക്കുന്നത്. വളരെ സൂക്ഷിച്ച് ഒഴിക്കാം. ഞാനൊന്ന് ഒഴിച്ച ശേഷം കുപ്പികളിലെല്ലാം നിറച്ച ശേഷം വീണ്ടും കാണിക്കാം. ഒന്ന് ഒഴിച്ചോട്ടെ. അയ്യോ പോകുന്നു. ഞാനൊന്ന് ഒഴിച്ച ശേഷം കാണാം.
കൂട്ടുകാരെ, ഇതിന്റെ മണം അടിച്ചപ്പോൾ എനിക്ക് ഏതാണ്ട് പോലെ. മുഖത്തൊക്കെ കണ്ണില് മുഖത്തൊന്നും തീരാതെ ശ്രദ്ധിച്ചാണ് ഒഴിക്കുന്നത്. കെമിക്കലാണ്, സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. അങ്ങനെ അടുത്ത ഒരു കുപ്പിയിൽ നിറച്ചു. നെക്സ്റ്റ് കുപ്പി. പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു 60 രൂപയെങ്കിലും ഒരു ഇത്തിരി മരുന്ന് മേടിക്കണമെങ്കിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ കണക്കിന് നോക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ലാഭമാണ്. കുറേയേറെ നാളത്തേക്ക് നമുക്ക് ബാത്റൂമിലും ഫ്ലോർ കഴുകാനും എല്ലാം ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഇന്ന് കുപ്പിയിലെല്ലാം ഒഴിച്ച ശേഷം കാണിക്കാം. അങ്ങനെ ഞാൻ തയ്യാറാക്കിയ ലോഷനൊക്കെ കാണാം. കുപ്പികളിലെല്ലാം പകർന്നു വെച്ചു. കുറേ കുപ്പികൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന കൂട്ടുകാരി. ആ കുപ്പികളെല്ലാം ഞാൻ ഹരിതകർമ്മസേന വന്നപ്പോൾ എടുത്തു കൊടുത്തുകൊണ്ട് കുപ്പികളില്ലാതായിപ്പോയി. പിന്നെ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ തപ്പിപ്പിടിച്ച് കുപ്പികളിൽ നിറച്ച് വെച്ചു. നമ്മൾ 8 ലിറ്റർ വെള്ളമില്ലായിരുന്നു കൂട്ടിയത്. ഇപ്പം കുറേ എനിക്ക് നിലത്ത് വീണ് പോയി. അതായത് 1 ലിറ്റർ കൊള്ളുന്ന ജാറ് 1, 2 ലിറ്റർ കൊള്ളുന്ന വേറൊരു കുപ്പി. അപ്പം 3 ലിറ്റർ, 4 ലിറ്റർ, ഇത് 4, ഇത് 5, 6, 7, ഇത് 7.5. അപ്പോൾ ഇത് 1.5 ലിറ്റർ കൊള്ളുന്ന കുപ്പിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ കുറച്ച് നിലത്ത് പോയായിരുന്നു. അങ്ങനെ 8 ലിറ്റർ കൂട്ടിയത്. കുറച്ച് നിലത്ത് ഞാൻ ഒഴിച്ച വഴി പോയി. അപ്പോൾ നോക്കിക്കേ, ഇതാണ് ഞാൻ തയ്യാറാക്കിയ ബാത്റൂം ലോഷൻ ആൻഡ് ഫ്ലോർ ക്ലീനിങ് ലോഷനും. രണ്ടും യൂസ് ചെയ്യാം. അപ്പം ഈ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.